കരുതുന്ന സ്നേഹവും ദാനമല്ലേ, ഒരു മാത്ര പോലും തിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ. ക്രിസ്തുയേശുവിൽ ഈ കൊലോസ്യ പഠനം ശ്രദ്ധിക്കുന്ന ഏവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി കൊലോസ്യർ 3:11 നമുക്ക് വായിക്കാം. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. ദൈവിക സ്വഭാവത്തിൻ്റെ പ്രത്യേകതയെയും ശ്രേഷ്ഠതയെയും വെളിപ്പെടുത്തുന്ന പ്രസ്തുത വാക്യം ദൈവവുമായുള്ള നമ്മുടെ സ്നേഹത്തെ പരിധിയില്ലാതെ വർദ്ധിപ്പിക്കുന്നു. ഈ വാക്യത്തിൻ്റെ ആമുഖമായി നമുക്ക് തിരഞ്ഞെടുക്കുവാൻ പൗലോസ് ഗലാത്യർ 3:28 പ്രത്യേകമായി ഒരു ആശയം നൽകിയിട്ടുണ്ട്. രണ്ട് വാക്യങ്ങളുടെയും ലക്ഷ്യപ്രാപ്തി രണ്ട് വിധത്തിൽ വിവരിച്ചിരിക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഗലാത്യർ 3:28 അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണുമെന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. കൊലോസ്യ ലേഖനം എഴുതുന്നതിന് ഏകദേശം 15 വർഷങ്ങൾക്ക് മുൻപാണ് ഗലാത്യർക്കുള്ള ലേഖനം പൗലോസ് എഴുതിയിരിക്കുന്നത്. ലോകത്തിലുള്ള ആരും നശിച്ചു പോകരുത് എന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഗലാത്യർ 3:28 കൊലോസ്യർ 3:11 ഈ ദൈവിക സ്നേഹത്തെയാണ് പൗലോസ് വരച്ചു കാട്ടുന്നത്. ആർ അവൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്നുവോ അവരെല്ലാം നിത്യജീവന്റെ അവകാശികളാകണം എന്ന പിതാവിൻ്റെ ആഗ്രഹം ഈ രണ്ട് ഭാഗങ്ങളിലും നാം ദർശിക്കുന്നു. യഹൂദന്മാരല്ലാത്ത എല്ലാവരെയും ഉദ്ദേശിച്ചാണ് യവനൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യഹൂദനും യവനനും. യഹൂദൻ ദൈവത്തിൻ്റെ സ്വന്തം ജനമായതിനാൽ ആരുമായും ഇടകലരുവാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. തങ്ങളുടെ നിഗള സ്വഭാവവും പ്രത്യേകമായി അനുഷ്ഠിക്കുന്ന നിയമങ്ങളും മറ്റുള്ള സകല ജാതികളിൽ നിന്നും അവരെ അകറ്റി. എന്നാൽ സുവിശേഷം സകല ജാതികളെയും ഒന്നാക്കുന്നു എന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുവാൻ യഹൂദന് സാധിച്ചില്ല. സുവിശേഷം മൂലം വിശ്വാസികളായി തീർന്നവരിലും യഹൂദൻ എന്ന പ്രത്യേകത നിലനിർത്തുവാൻ അവർ താൽപ്പര്യപ്പെട്ടു എന്നതാണ് വാസ്തവം. പഴയ നിയമസഭയിൽ തങ്ങൾ പാലിച്ചു പോന്ന ചട്ടങ്ങളും പ്രമാണങ്ങളും പുതിയ നിയമസഭയിലും പാലിക്കപ്പെടേണ്ടവയാണെന്ന് യഹൂദരിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്നവരിൽ ഭൂരിപക്ഷവും ധരിച്ചു. കൈകൊണ്ടുള്ള പരിച്ഛേദനയെ മാർമിക പ്രാധാന്യമുള്ള നിയമമായി അവർ കരുതി ഹൃദയ പരിച്ഛേദനയെക്കുറിച്ച് അവർ ആദ്യകാലങ്ങളിൽ ചിന്തിക്കുക പോലും ചെയ്തിരുന്നില്ല. അപ്പോസ്തലനായ പത്രോസും ഈ ചിന്താഗതിയെ ശക്തമായി അനുകൂലിച്ചിരുന്നു എന്നും പ്രവൃത്തികളുടെ പുസ്തകം വ്യക്തമാക്കുന്നു. പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത് ശരിയായ രീതിയിൽ വിലയിരുത്തിയാൽ ഇതിനുള്ള കാരണവും നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 2:5 അന്ന് ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ആദ്യമായി സ്ഥാപിക്കപ്പെടുന്ന സഭ യെരുശലേമിലായിരുന്നുവല്ലോ. അന്നത്തെ വിശ്വാസികളുടെ കൂട്ടം യഹൂദ മതത്തിൽ നിന്നും വന്നവർ മാത്രമായിരുന്നു.
പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണമായ നിറവും ശക്തിയും പ്രാപിച്ച വിശ്വാസികളായ യഹൂദർക്ക് യഥാർത്ഥ സഭ തങ്ങളുടേത് മാത്രം എന്ന ധാരണയും ഉണ്ടായി. പത്രോസിന്റെ ശക്തമായ ഈ ചിന്താഗതി മാറ്റുവാൻ ആത്മവിവശതയിൽ ഒരു ദർശനം തന്നെ കർത്താവ് അവന് നൽകി എന്ന് അപ്പോസ്തലപ്രവൃത്തി 10:9-16 വരെയുള്ള ഭാഗങ്ങളിൽ നാം കാണും. സമസ്ത ലോകത്തെയും ഒരുപോലെ ദൈവം സ്നേഹിക്കുന്നു. ദൈവസ്നേഹം ഒരുവന് ലഭിക്കണമെങ്കിൽ ഒരു നിബന്ധന മാത്രമേ ഇവിടെയുള്ളൂ. സുവിശേഷത്തിലൂടെ ഒരുവൻ രക്ഷയെ കരസ്ഥമാക്കുക എന്ന ഏകമാർഗം മാത്രം. യഹൂദനോ യവനനോ എന്നത് ദൈവം നോക്കുന്നില്ല. ദാസൻ, സ്വതന്ത്രൻ, ആൺ, പെൺ എന്നീ വ്യത്യാസങ്ങൾ ഒന്നും ദൈവത്തിന് പ്രശ്നമല്ല. ഏതു മനുഷ്യനും വിശ്വാസത്താൽ സൗജന്യമായി രക്ഷ പ്രാപിക്കുവാൻ ക്രിസ്തു ക്രൂശിൽ ഒരുക്കിയ വചനമാണ് സുവിശേഷം. ഇത് ജാതിയിൽ നിന്നുള്ള ശതാധിപൻ കൊർന്നല്യോസ് അറിഞ്ഞിരുന്നില്ല. അവൻ ദൈവത്തെ അറിഞ്ഞിരുന്നു. ദൈവം അവൻ്റെ ഭക്തിയും ദൈവഭയവും ധർമ്മം കൊടുക്കുന്ന സ്വഭാവവും പ്രാർത്ഥനയും നിർമ്മലമായ ഹൃദയത്തിൽ നിന്നും ഉള്ളതാകുന്നു എന്ന് അറിഞ്ഞു. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം അവനിൽ കണ്ടതിനാലും സുവിശേഷത്തെ നിശ്ചയമായും കൈക്കൊള്ളും എന്ന് അറിഞ്ഞതിനാലും യഹൂദനായ പത്രോസിനെ കൈസരിയിലേക്ക് ദൈവം അയക്കുന്നതാണ് പിന്നീട് നാം കാണുന്നത്. കൊർന്നല്യോസിന്റെ സാമീപ്യം ദൈവം ആഗ്രഹിച്ചു. ഏക പോംവഴി ക്രിസ്തു മാത്രം. ഇതിനായി ഒരുക്കിയത് ജാതികളോട് സുവിശേഷം ഘോഷിക്കുവാൻ ഒട്ടും താല്പര്യമില്ലാതിരുന്ന പത്രോസിനെയും. 2 കാര്യങ്ങൾ ഇവിടെ ദൈവം ആഗ്രഹിച്ചു. ഒന്ന്, കൊർന്നല്യോസും ചാർച്ചക്കാരും അടുത്ത സ്നേഹിതരും സുവിശേഷത്തിലൂടെ യഥാർത്ഥ രക്ഷയെ കരസ്ഥമാക്കണം. 2, ദൈവം ജാതികളെയും ഒരുപോലെ സ്നേഹിക്കുന്നവനാണ് എന്ന് പത്രോസിനെ ബോധ്യപ്പെടുത്തേണം. പത്രോസിന്റെ തിരിച്ചറിവ് അപ്പോസ്തലപ്രവൃത്തി 10:34-35 വാക്യങ്ങളിൽ കാണുന്നു. വായിക്കും. അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. പത്രോസ് അറിയിച്ചത് സുവിശേഷം. സുവിശേഷത്തിന് ഇവിടെ പര്യായ പദങ്ങൾ ഭയപ്പെട്ട നീതി പ്രവർത്തിക്കുന്നവൻ എന്ന് കാണും. സുവിശേഷം അനുസരിച്ചില്ല എങ്കിൽ ശിക്ഷാവിധിയുണ്ട് എന്നും, നീതീകരിക്കപ്പെടണമെങ്കിൽ ഒരുവൻ ഉൽപ്രാപണത്തിൽ വിശ്വസിക്കണമെന്നും നമുക്ക് മനസ്സിലാക്കാം. സുവിശേഷത്തിന്റെ പൂർണ്ണത ക്രിസ്തുവിന്റെ ഉൽപ്രാപണത്തോടു കൂടെയാണെന്നും ഇതിൽ വിശ്വസിക്കുന്നവരാണ് നീതീകരിക്കപ്പെട്ടവർ എന്നും നാം മനസ്സിലാക്കണം. യോഹന്നാൻ 16:10 ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ദാസനും സ്വതന്ത്രനും. ദാസനെ അടിമയോടും സ്വതന്ത്രനെ യജമാനനോടും തുലനപ്പെടുത്താം. ലോകപ്രകാരമുള്ള ഈ അവസ്ഥകൾക്ക് മാറ്റം വരുമെന്നല്ല, ദൈവത്തിന്റെ മുൻപാകെ സുവിശേഷ പ്രകാരം ഇരുവരും ഒരുപോലെയാകുന്നു എന്നതാണ് സാരം. ഒനേസിമോസ് യജമാനനായ ഫിലമോന്റെ അടിമയായിരുന്നു. ഫിലമോന്റെ ഭവനത്തിൽ നിന്നും ഓടിപ്പോയ ഒനേസിമോസ് മോഷണം ചെയ്യുക മൂലം തടവിലാക്കപ്പെട്ടു. എന്നാൽ തടവിൽ വെച്ച് പൗലോസ് അവനെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ പൗലോസ് ഒനേസിമോസിനെ കുറിച്ച് പറയുന്നത് ഫിലമോൻ 1:16 നാം വായിക്കും. അവൻ ഇനി ദാസനല്ല, ദാസന് മീതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്ക് പ്രിയനെങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കർത്തൃസംബന്ധമായും എത്ര അധികം. ദൈവം മുൻപാകെ
ഫിലമോൻ എന്ന യജമാനനും ഒനേസിമോസ് എന്ന അടിമയും സഹോദരന്മാർ തന്നെ. ആണും പെണ്ണും. അന്നത്തെ കാലത്ത് യഹൂദന്മാരോ യവനന്മാരോ തങ്ങളുടെ ഭാര്യമാർക്ക് യാതൊരു വിലയും കൽപ്പിച്ചിരുന്നില്ല. അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാതെ ഒരർത്ഥത്തിൽ അടിമകളെ പോലെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ട് തങ്ങളുടെ കുഞ്ഞുങ്ങളെ പാലിച്ച് അവർ ജീവിച്ചു പോന്നു. എന്നാൽ പത്രോസിന്റെ ഉപദേശം കേൾക്കൂ. 1 പത്രോസ് 3:7. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. രക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇരുവരും തുല്യർ തന്നെ. ഇവർ എല്ലാവരെക്കുറിച്ചും ഗലാത്യർ 3:29 നാം വായിക്കുന്നത് അബ്രഹാമിന്റെ സന്തതികളും ക്രിസ്തുവിൽ കൂട്ടവകാശികളും എന്നത്രേ. ഇവർക്ക് ലഭിച്ച വാഗ്ദത്തം അബ്രഹാമിന് ലഭിച്ച സ്വർഗീയ വാഗ്ദത്തം തന്നെയായിരുന്നു. എബ്രായർ 11:16 നമുക്ക് വായിക്കാം. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഇതേ ആശയമാണ് കൊലോസ്യർ 3:11 നാം കാണുന്നത്. ഇവിടെ പൗലോസ് യഹൂദൻ ശക്തമായി നിഷ്കർഷിച്ചിരുന്നതും പാലിച്ചിരുന്നതുമായ പരിച്ഛേദന എന്ന വിഷയത്തെ തന്നെ വ്യക്തമാക്കുന്നു. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് അഗ്രചർമ്മിയായിരുന്നപ്പോഴാണ്. ദൈവത്തിന് അബ്രഹാമിനോടുള്ള വാത്സല്യം മൂലം അബ്രഹാമിന്റെ വിശ്വാസത്തെ അനുകരിക്കുന്നവർക്ക് പരിച്ഛേദന അടയാളമായി കൊടുത്തു എന്നാണ് നാം കാണുന്നത്. ഉൽപ്പത്തി 17:11. നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം, അത് എനിക്കും നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിന്റെ അടയാളമാകും. പരിച്ഛേദന എന്ന ഏക നിയമത്തിന് അമിത പ്രാധാന്യം നൽകി ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ തള്ളിക്കളഞ്ഞ യഹൂദനോടാണ് ദൈവം തന്നെ പറയുന്നത്, ഹൃദയ പരിച്ഛേദനയില്ലാതെ കൈകൊണ്ടുള്ള പരിച്ഛേദനയ്ക്ക് യാതൊരു വിലയുമില്ല എന്ന്. പഴയ നിയമത്തിൽ ചില ഭാഗങ്ങൾ ഇതിന് വ്യക്തമായ സൂചന നൽകുന്നു. ആവർത്തന പുസ്തകം 30:6 ഈ ആശയം തന്നെ നമുക്ക് നൽകുന്നുണ്ട്. പരിച്ഛേദനയെക്കുറിച്ച് പൗലോസ് ഇതേ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നതും ശ്രദ്ധേയമാണ്. കൊലോസ്യർ 2:11. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. ദൈവം മുൻപാകെ പരിച്ഛേദനയും അഗ്രചർമ്മവുമല്ല, ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരുവനിലാണ് ദൈവം പ്രസാദിക്കുന്നത്. പരിച്ഛേദന ഏൽക്കുന്ന ഒരുവനെ ഇവിടെ കുറ്റം വിധിക്കുകയല്ല, പ്രത്യുത യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ഏറെ പ്രാധാന്യമേറിയത് എന്ന് നമ്മെ ധരിപ്പിക്കുകയാണ്. ബർബരൻ, ശകൻ, ഈ 2 വിഭാഗങ്ങളെക്കുറിച്ച് അല്പമായി ചിന്തിക്കാം. സാധാരണഗതിയിൽ സാമാന്യ ജനം യാതൊരു സമ്പർക്കവും പുലർത്താത്ത 2 വിഭാഗക്കാർ. ബർബരൻ എന്നതിന് ഇംഗ്ലീഷിൽ ബാർബേറിയൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അൺസിവിലൈസ്ഡ് പേഴ്സൺ, പ്രാകൃതൻ, ക്രൂരൻ എന്നീ അർത്ഥങ്ങളും കൊടുത്തിരിക്കുന്നു. എല്ലാ വിഭാഗങ്ങളിലും ചിലർ തീരെ പ്രാകൃതരും സംസ്കാരം ഇല്ലാത്തവരുമായി കാണുന്നു. ഇങ്ങനെയുള്ളവരെ ഒഴിവാക്കുക എന്നതല്ല, പ്രത്യുത ദൈവം സകലരെയും ജീവൻ കൊടുത്തും സ്നേഹിച്ചതാണ് എന്ന സത്യം മനസ്സിലാക്കി സുവിശേഷം അറിയിക്കുക എന്ന ദൗത്യമാണ് ദൈവം നമ്മിൽ നൽകിയിരിക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് താൻ കടക്കാരൻ എന്നാണ് പൗലോസ് റോമർ 1:14 പറഞ്ഞിരിക്കുന്നത്. ബർബരന്മാരെയും മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ കഴിവുള്ളതാണ് സുവിശേഷം എന്ന് സാരം.
ശകൻ എന്ന പദത്തിന് സിത്തിയൻസ് എന്ന ഇംഗ്ലീഷ് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലോകത്തിൽ പൊതുവായി കാണപ്പെടുന്ന വിഭാഗമല്ല സിത്തിയൻസ് അഥവാ ശകന്മാർ. അലഞ്ഞു നടക്കുന്ന ഒരു പ്രത്യേക വിഭാഗം ആളുകൾ. കസാക്കിസ്ഥാന് സമീപയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ, കുതിര സവാരിയിൽ ഏറെ പ്രവീണർ. പൊതുവായി ശകന്മാരെ ലോകത്തിലേക്കും ഏറ്റവും ക്രൂരവും മൃഗീയമായും ഇടപെടുന്നവർ എന്ന് കരുതപ്പെടുന്നു. യുദ്ധമാണ് പ്രധാന തൊഴിൽ. ആക്രമിച്ച് കൊല്ലുന്നവരുടെ രക്തം ഇവർ കുടിക്കുന്നു. സാധാരണയായി കുളിക്കുന്ന സ്വഭാവം ഇവർക്കില്ല. സൈബീരിയൻ മലകളിൽ ഇവർ കൂട്ടമായി പാർത്തിരുന്നു. ഉക്രൈനിന്റെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ളവരെ ഇന്നും കണ്ടുമുട്ടാറുണ്ട്. ശത്രുക്കളെ ഏറ്റവും മൃഗീയമായി കൊലപ്പെടുത്തുകയും തോൽ ഉരിച്ച് ഉണക്കി പല ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. വിഷം തേച്ച അമ്പുകൾ മാരകായുധങ്ങളുമായിരുന്നു. കൊല്ലപ്പെടുന്ന ശത്രുക്കളുടെ തലയോട്ടികൾ എണ്ണി തിട്ടപ്പെടുത്തി തങ്ങളുടെ യുദ്ധ നൈപുണ്യം തെളിയിച്ചിരുന്നു. ഈ തലയോട്ടികൾ മദ്യം നുകരുവാനും ഇവർ ഉപയോഗിച്ചിരുന്നു. ചുരുക്കത്തിൽ ആരും എതിരിടുവാൻ ഭയപ്പെടുന്ന മൃഗീയ സ്വഭാവത്തിനും ഹീനമായ സംസ്കാരത്തിനും ഉടമകൾ. പൗലോസ് ശകന്മാരോടും സുവിശേഷം അറിയിക്കുവാൻ തൽപരനായി. കാരണം ഇവരും ദൈവ സൃഷ്ടികൾ തന്നെയാണ്. യാഫത്തിന്റെ പുത്രനായ ഗോമറിന്റെ പുത്രനായ അസ്കനാസിന്റെ തലമുറകളാണ് ശകന്മാർ എന്ന് പറയപ്പെടുന്നു. ദാസൻ, സ്വതന്ത്രൻ എന്നതിനെക്കുറിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞുവല്ലോ. ഇവിടെ പൗലോസ് ശ്ലാഘനീയമായ ഒരു ചിത്രമാണ് വിശ്വാസികൾക്ക് വേണ്ടി വരച്ചു തന്നിരിക്കുന്നത്. അബ്രഹാമിന്റെ സന്തതി എന്നതിലുപരി ക്രിസ്തുവിന്റെ സ്വർഗീയ ദർശനത്തിന്റെ പ്രതിബിംബത്തെയാണ് നാം ഇവിടെ കാണുന്നത്. അല്പം കൂടി വ്യക്തമാക്കിയാൽ, ക്രിസ്തുവിന്റെ ഇപ്പോഴത്തെ പ്രതിച്ഛായ കാണുവാൻ കഴിയുന്ന പുതു മനുഷ്യനെയാണ് നാം ധരിച്ചിരിക്കുന്നത്. എഫെസ്യർ 2:7 പൗലോസ് എഴുതിയിരിക്കുന്നത് ദൈവം നമ്മെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നാണ്. ഗലാത്യർ 3:29 നാം അബ്രഹാമിന്റെ സന്തതിയാകയാൽ സ്വർഗീയ ഓഹരിക്കാരാണ് എന്ന് കാണുന്നു. കൊലോസ്യർ 3:11 നാം ക്രിസ്തുവിനെ പോലെ തേജസ്സേറിയ പുതു മനുഷ്യനെ ധരിച്ചിരിക്കുകയാണ്. നാം എന്ന പട്ടികയിൽ യഹൂദനുണ്ട്, യവനനുണ്ട്, യജമാനനുണ്ട്, അടിമയുണ്ട്, പരിച്ഛേദനക്കാരുണ്ട്, അഗ്രചർമ്മികളുണ്ട്, ബർബരന്മാരുണ്ട്, ശകന്മാരുണ്ട്, പുരുഷന്മാരും സ്ത്രീകളുമുണ്ട്. എല്ലാവരും ക്രിസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ടവരാകയാൽ ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാം ആകുന്നു. കൊലോസ്യർ 1:17 നമുക്ക് വായിക്കാം. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. പിതാവാം ദൈവം അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു എന്ന് റോമർ 8:29 നാം വായിക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. ചുരുക്കത്തിൽ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനത്തിനും പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനുള്ള പ്രക്രിയയ്ക്കും തേജസ്കരണത്തിനും പിതാവാം ദൈവം നമുക്കായി വഴിയൊരുക്കിയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ഈ ദൈവിക സ്നേഹത്തിന്റെ മുൻപാകെ നമുക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്താം. ആ ക്രിസ്തുവിന്റെ നാളിനായി
നമുക്ക് നോക്കിപ്പാർക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, നിന്റെ അളവറ്റ സ്നേഹത്തിനും കൃപയ്ക്കുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സകലത്തിൻ്റെയും സൃഷ്ടിതാവ് നീയാകുന്നുവല്ലോ കർത്താവേ. ക്രൂശിന്റെ വചനം സകലർക്കും രക്ഷാകാരണമായി നീ തീർത്തുവല്ലോ. ഏതൊരുവൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നുവോ അവന് നീ സമീപസ്ഥനാകയാൽ ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. മുഖപക്ഷമില്ലാതെ ഞങ്ങളെ സ്നേഹിക്കുകയും നീതീകരിക്കുകയും ചെയ്യുന്നതിനാൽ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾ നിന്നെ നമിക്കുന്നു ക്രിസ്തു യേശുവിൻ്റെ ധന്യ നാമത്തിൽ തന്നെ. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും നാഥാ നിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. നാഥാ നിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും